ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മൾ നേരിൽ കാണുന്നത് കൊണ്ടും അപ്പോൾ അവർക്കൊക്കെ അല്ലേ കൃത്യമായിട്ടും ഈ ഒരു യാത്ര വേണ്ടത്. ഇപ്പം കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇടതുപക്ഷത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല, BJPക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഇപ്പോൾ 10 വർഷക്കാലം ഇടതുപക്ഷം എന്ത് ചെയ്തോ അതിന് ഉപരി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നോക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ന്യൂനപക്ഷമായി നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും ആ ആനുകൂല്യം ലഭിക്കട്ടെ എന്നാണ് മിനിസ്റ്റർ ഇങ്ങോട്ട് പറഞ്ഞതാണ്. നമസ്കാരം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി ഈ മാസം 15-ാം തീയതി മുതൽ നടപ്പിലാക്കി തുടങ്ങുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ നിലവിലിപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ഒരു ആനുകൂല്യം ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഗതാഗത മന്ത്രിയും അത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനമാണ് നിലവിലിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവും ട്രാൻസ്ജെൻഡറുമായ അമയ പ്രസാദ് ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. KSRTCയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്ന് മുൻപേ UDF പറഞ്ഞതാണ് സർക്കാർ അധികാരത്തിൽ വന്നാൽ. ഒടുവിൽ ഈ മാസം 15-ാം തീയതി നടപ്പിലാക്കുമെന്ന് പറയുന്നു. അത് സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പ്രകടന പത്രികയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം അതിൽ ഒരു കാര്യമാണ് KSRTC എന്ന് പറയുന്നത്. KSRTC സ്ത്രീകൾക്ക് സൗജന്യം എന്ന് പറഞ്ഞത് 5 ഗ്യാരണ്ടികളിലൊരു ഗ്യാരണ്ടി ആയിരുന്നു. അപ്പം അതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടെ ഉൾക്കൊള്ളിച്ചതിൽ ഒരുപാട് 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 സന്തോഷം. താങ്കളാണ് അതിനുവേണ്ട നിവേദനങ്ങളെല്ലാം തന്നെ കൊടുത്തത്. തീർച്ചയായിട്ടും ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന നിലയ്ക്ക് ഞാനും സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സ്റ്റേറ്റ് ബോർഡും ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് അത് ആലോചിച്ച് ആണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ ഉള്ളത് കൊണ്ട് കൂടുതലും ഞാൻ തന്നെ ആയിരിക്കും എല്ലാ വകുപ്പുകളിലും പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണുകയും ഈ നിവേദനം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ആദ്യത്തെ അപ്രോച്ച് പോസിറ്റീവ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ചോദിച്ചതിൽ നിന്നും കൃത്യമായിട്ടുള്ള മറുപടികൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷമായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കേരളത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ അതിൻ്റെ എത്രയോ കുറവായിരിക്കുമല്ലോ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ന്യൂനപക്ഷമായി നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും ആ ആനുകൂല്യം ലഭിക്കട്ടെ എന്നാണ് മിനിസ്റ്റർ ഇങ്ങോട്ട് പറഞ്ഞതാണ്. പിന്നെ ഉത്തരവിറങ്ങാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ ഉത്തരവ് ഉടനെ തന്നെ ഇറങ്ങുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും മിനിസ്റ്ററുടെ ഇതിൽ തന്നെ എല്ലാ ചാനലുകളുടെ മുമ്പിലും ആണല്ലോ സ്ത്രീകൾക്ക് യാത്ര എന്നതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുകൾക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കോൺഗ്രസിൽ ട്രാൻസ്ജെൻഡേഴ്സ് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ അംഗത്വം അല്ലേ? അംഗത്വം ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഇലക്ഷൻ കമ്മീഷൻ നോക്കുമ്പോൾ 284 പേരാണ് ട്രാൻസ്ജെൻഡറുകളെന്ന് കാണിക്കുന്നത്. അപ്പം അതിനകത്ത് ഈ ID-കളുടെ മാറ്റങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സ്ത്രീ പുരുഷൻ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ ID കാർഡിൽ ഓരോ രീതിയിലായിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോട്ടിംഗ് അവകാശം കൃത്യമായി 284 പേര് ട്രാൻസ്ജെൻഡർ എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാവാം അങ്ങനെ വരുന്നത്. അതിപ്പോൾ കൃത്യമായൊരു എണ്ണം ഉടനെ തന്നെ കേരളത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെന്ന് അറിയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഞാൻ ചോദിച്ചു വന്നത് ഈ മറ്റു പാർട്ടികളിലുള്ള സുഹൃത്തുക്കൾ ട്രാൻസ്ജെൻഡേഴ്സ് സുഹൃത്തുക്കളെ എന്ത് പറയുന്നു ഈ ഒരു പ്രഖ്യാപനം? അല്ല, അതിപ്പം എല്ലായിടത്തും വിമർശനങ്ങൾ ഉണ്ടാവാമല്ലോ. അത് ചിലപ്പം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഉത്തരവിറങ്ങുന്നത് വരെ ചിലപ്പം കാത്തിരിക്കാൻ എന്നൊക്കെ പറയും. അതിപ്പോൾ പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാം ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുക. ഇപ്പം കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇടതുപക്ഷത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല, BJPക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഇപ്പോൾ 10 വർഷക്കാലം ഇടതുപക്ഷം എന്ത് ചെയ്തോ അതിന് ഉപരി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നോക്കുന്നത്. അതോടൊപ്പം ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നോക്കുന്നത്. പ്രഖ്യാപനം പോസിറ്റീവായിട്ട് തന്നെയാണ്.
തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേരാണ് എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനും അത് യാത്ര സൗജന്യമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ പല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ എന്നാൽ പോലും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഭയങ്കരമാണ്, നമ്മൾ നേരിൽ കാണുന്നത് കൊണ്ടും. അപ്പോൾ അവർക്കൊക്കെ അല്ലേ കൃത്യമായിട്ടും ഈ ഒരു യാത്ര വേണ്ടത്. അപ്പം അത് ഇങ്ങനെ മന്ത്രിയോട് പറയുമ്പോഴും മന്ത്രി അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും തീർച്ചയായിട്ടും നിങ്ങൾ അതിന് അർഹതപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ട്രാൻസ് സ്ത്രീകൾ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വരും ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം ട്രാൻസ്ജെൻഡേഴ്സിനും എന്നാണ്. ഇനി ഉത്തരവ് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അത് മിനിസ്റ്റർ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഉത്തരവ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഉത്തരവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഉടനെ തന്നെ ഉണ്ടാവും. പക്ഷേ ജൂൺ 15 മുതൽ യാത്ര ഫ്രീ ആണെന്നുള്ളതും മന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് അതിലും നമ്മളുടെ പ്രയത്നിക്കുക എന്ന് പറയുമ്പം എൻ്റെ സ്വന്തം ഇതൊന്നല്ലല്ലോ, നമ്മളുടെ കേരളത്തിലെ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് പോസിറ്റീവ് വശം ഉണ്ടാവാം, നെഗറ്റീവ് വശം ഉണ്ടാവാം, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. ഓപ്പോസിറ്റ് ഇരിക്കുന്നവരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ രാഷ്ട്രീയത്തിലുള്ളവരാണ്. അവരും രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവർ ചിലപ്പോൾ വിമർശിക്കുന്നത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടായിരിക്കും വിമർശിക്കുന്നത്. പക്ഷേ സുഹൃത്ത് ബന്ധത്തിൽ അവർ ആ ഒരു വിമർശനത്തെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരുപോലെയാണത് പ്രാബല്യത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണത് ഉണ്ടാവുക എന്നുള്ളത്. എല്ലാവർക്കും അത് ഉപയോഗപ്രദമായി മാറുന്നതാണ്. അതിപ്പോൾ KSRTCയുടെ കാര്യം മാത്രമല്ല, പല വകുപ്പുകളിലും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരവിറങ്ങുമ്പോൾ മാത്രം അത് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. എന്തായാലും ഈ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ലഭിക്കാൻ പോകുന്ന സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം ഈ മാസം 10-ാം തീയതി ചേരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. APL BPL സാമൂഹിക വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും അതുകൂടാതെ ട്രാൻസ്ജെൻഡേഴ്സിനും ഇത്തരത്തിലൊരു സൗജന്യ യാത്രാ സംവിധാനം ലഭിക്കുമെന്നാണ് നിലവിലിപ്പോൾ ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.